നമ്മളൊരു ബോട്ടോക്സ് ചെയ്യുന്ന ഹെയറിൻ്റെ ബിഫോറാണ് കേട്ടോ. അൽഫിയ അൽഫിയ ഇത് ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണ്. അപ്പോൾ നിനക്ക് എങ്ങനെ വേണം ഹെയർ? എങ്ങനെ കിടക്കണം? സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം. റഫ്നെസ് മാറണം. ഇപ്പൊ നിന്റെ മുടി എന്ന് പറയുമ്പോൾ ഭയങ്കര ഡ്രൈ ഭയങ്കരമായിട്ട് ചെട പിടിക്കുന്ന മുടിയാ. അതെന്താന്ന് വെച്ചാൽ നീ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് പ്രോപ്പറും അല്ല. കണ്ടീഷണർ ഇടാറുണ്ടോ? അപ്പൊ ഇനി കണ്ടീഷണറൊക്കെ ഇട്ട് നമ്മൾ പറയുന്ന പ്രോഡക്ട്സ് തന്നെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഷാമ്പു, കണ്ടീഷണർ. അപ്പോൾ നമ്മൾ കൺസൾട്ടേഷനൊക്കെ എടുത്തു. നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഒരു എന്താ പറയുക, ബോട്ടോക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആൾക്ക് കുറേ ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ കേട്ടല്ലോ, ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര നാച്ചുറലായിട്ട് ഹെയർ കിടന്നാൽ മതി. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. കുട്ടിയുടെ അമ്മ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ, എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ എന്താ പറയുക, നമ്മുടെ അടുത്തുള്ള അത്ര ട്രസ്റ്റ് കാരണമാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പ്രോഡക്ട്സൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഹെയർ. ഭയങ്കര എൻജോയ് ചെയ്താണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് വലിയ ആഗ്രഹമാണ് കേട്ടോ ബ്യൂട്ടീഷ്യൻ ആവുക എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് അത് പറയുന്നുണ്ട്. പക്ഷെ എനിക്കങ്ങനെ കേൾക്കുന്നതൊക്കെ സന്തോഷമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫഷൻ അത്രത്തോളം വളരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ആൾക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇതാണ് ബോട്ടോക്സ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്കാണ്. ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരാതെയാണ് കേട്ടോ ചെയ്തത്. നമ്മുടെ ഷോപ്പിൽ ഒത്തിരിയും ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒന്നും തന്നെ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി എന്ത് കംപ്ലൈൻറ്റ് വന്നാലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കും കേട്ടോ. കാരണം എനിക്ക് ഉറപ്പാണ് അങ്ങനെ കംപ്ലൈൻറ്റ്സ് ഒന്നും വരത്തില്ല. ഞാൻ തന്നെ ചെയ്യുവാണെങ്കിൽ. സ്റ്റാഫിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഹെയർ ട്രീറ്റ്മെൻറ്റ്സൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ സ്റ്റാഫിനെ നമ്മൾ എപ്പോൾ ഏൽപ്പിച്ചാലും ഒരു തലവേദന കേസ് തന്നെയാണ് കേട്ടോ. കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം കഴിവതും ഞാൻ തന്നെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ്സ് എടുത്തിട്ട് തന്നെ വരണമെന്നും പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. അപ്പം അൻസിക്ക് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തപ്പോഴത്തേനും അടുത്ത ആഗ്രഹമായി ഫ്രണ്ടിൽ ബാങ്ക്സ് വെട്ടിയിടുക എന്നുള്ളത്. അതിപ്പോൾ അമ്മേനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഓൾറെഡി അമ്മ എന്നെ ട്രസ്റ്റ് ചെയ്താണ് ആളെ ഹെയർ ട്രീറ്റ്മെൻറ്റ് എങ്കിലും ചെയ്യാൻ സമ്മതിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് തേർഡിൻ്റെ അന്ന് വാഷിങ്ങിന് വരുമ്പം നമുക്കത് പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയേക്കാണ്. എനിവേ തേർഡ് ഡേയുടെ അന്ന് വാഷിങ്ങിന് വരും, അപ്പോൾ വെട്ടിക്കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങനെ നിർത്തിയേക്കാണ് കുട്ടീനെ. എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.